അങ്ങനെ ഇതാ ഞങ്ങൾ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി കേട്ടോ. വെളുപ്പിന് ഒരു 5 മണിയോളം ആയിട്ടുണ്ട്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? തിരുവനന്തപുരത്തേക്ക്. ഇങ്ങോട്ടാണ് പോകേണ്ടതല്ല കേട്ടോ, സോറി, പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അങ്ങനെ ഞങ്ങളത് തിരുവനന്തപുരത്തി. ഞാൻ കുറച്ച് വീഡിയോ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തുള്ളൂ കേട്ടോ. എന്തോ ഒരു പ്രത്യേകത തോന്നിയപ്പോൾ എടുത്താണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങളിപ്പം റൂമിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടെ അടുത്തായിട്ട് തന്നെയാണ് റൂം ബുക്ക് ചെയ്തിരുന്നത്. ഏകദേശം വടക്കേ നടയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉത്സവം നടക്കുന്ന ടൈമാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ 7 മണിയൊക്കെ ആകുമ്പോൾ നട അടയ്ക്കുമെന്നാണ് പറഞ്ഞത്. 7 മണിയും പോട്ടെ, 6:30 ആകുമ്പോൾ നട അടയ്ക്കുമെന്നാണ് പറഞ്ഞത്. അത് ഇന്നിപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം വേറെ പ്ലാനിങ്ങുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോഴാണത് നമ്മുടെ നിയമസഭ കണ്ട കേട്ടോ. അവിടെ കുറച്ച് നേരം നിന്ന് അവിടെ ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ കേട്ടോ. പക്ഷേങ്കിലും നമുക്കൊരു പരിമിതികളുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടാണ് ഇത്രയും വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ നല്ലൊരു പള്ളി കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെതും ഒരു വീഡിയോ എടുത്ത്. അപ്പോൾ നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ കാര്യം പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ വേറൊന്നും അല്ല, സൂവിലേക്കാണ് പോകുന്നത്. മ്യൂസിയം സൂവിലേക്കാണ്, ട്രിവാൻഡ്രം മ്യൂസിയം സൂവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് നല്ല കല്ലിൽ കൊത്തിയൊരു നല്ലൊരു പ്രത്യേകതരം ഒരു പള്ളി കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു പള്ളി കാണാനായിട്ട്. ആ പള്ളിക്ക് അടുത്ത് തന്നെയാണ്. അപ്പം ഇതേ മ്യൂസിയം എത്തിക്കഴിഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. ചുറ്റും നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അവരുടെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് നടന്നു. നല്ല രസമുണ്ട് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഗാർഡൻ സെറ്റിംഗ് സൂപ്പറാണ്. അങ്ങനെ ഞങ്ങളിതേ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വശത്ത് വന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മ്യൂസിയം. അപ്പോഴാണത് ഇവിടെ ഈ ഗോപുരം കണ്ടത്. ഗോപുരം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അകത്തേക്ക് കയറാൻ പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗോപുരത്തിനകത്തേക്ക് കിടക്കുകയാണ്. അതിനകത്ത് വന്നിരുന്നപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഞങ്ങൾ നല്ല വെയിലത്താണ് പോയത്. അങ്ങനെ ഈ ഗോപുരത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നടുക്ക് നിന്ന് എന്ത് കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല സൗണ്ടാണ്. ഇതിൻ്റെ നടുക്ക് തന്നെ ഒരു റേഡിയോ എന്തോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാട്ടൊക്കെ കേൾക്കാമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക വൈബായിരുന്നു. അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊട്ടാരം കേട്ടോ, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന നമ്മുടെ കൊട്ടാരം മ്യൂസിയം. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ് മ്യൂസിയത്തിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അപ്പം നമുക്ക് പുറത്ത് നിന്നുള്ള വീഡിയോസൊക്കെ എടുക്കാം. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. ഫോട്ടോ എടുക്കാം, വീഡിയോ പക്ഷേ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പകരം കുറേ ഫോട്ടോസ് എടുക്കാൻ നമുക്ക് അനുമതിയുണ്ട്, എത്ര വേണേലും എടുക്കാം. അങ്ങനെ ഞാൻ അവിടെ കണ്ട എല്ലാ ഫുള്ള് ഫോട്ടോസും എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് 100-ൽ പരം വിഗ്രഹങ്ങളും അതുപോലെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിനകത്ത് ഞാൻ 100 ആഡ് ചെയ്തിട്ടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം പിന്നീടാണെങ്കിൽ നമുക്ക് കാണാമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ രൂപങ്ങൾ. ഇത് ഗുരുവായൂരമ്പലത്തിൻ്റെ ഒരു സ്റ്റാച്ചു ആയിരുന്നു. അത് സ്റ്റാച്ചു അല്ല, ഗുരുവായൂരമ്പലത്തിൻ്റെ ഒരു രൂപം കുത്തി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് കാലപ്പഴക്കം ചെന്ന വിഗ്രഹങ്ങളാകട്ടോ. നല്ല രസമുണ്ട് ഇതിൻ്റെ കൊത്തുപണികൾ കാണാനായിട്ട്. ഇത് നമ്മുടെ വിമാനം കേട്ടോ. ഇത് മാർബിളിൽ കൊത്തിയ പ്രതിമയാണ്. ഇത് പിന്നെ അറിയാമല്ലോ, ആനക്കൊമ്പ്. എനിക്കും കുറച്ചൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. അന്നേരം വായിച്ചു പോയത് കൊണ്ട് മനസ്സിലാക്കി കേട്ടോ. എൻ്റെ എല്ലാം താഴെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവാവുന്ന രീതിയിൽ. നമ്മളെക്കാളും കൂടുതൽ വിദേശികളാണ് ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നത്.
കുറേയൊക്കെ ഫോട്ടോസ് എല്ലാം പകർത്തിയെടുത്തു. പണ്ടുള്ള ആൾക്കാരോട് ഒരുപാട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത്രയും വളരെ മനോഹരമായിട്ട് ഈ ശില്പങ്ങളൊക്കെ നിർമ്മിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇന്നൊക്കെ മെഷീൻ്റെ സഹായത്തോടെ നമ്മളിതൊക്കെ നിർമ്മിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് മെഷീൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് അവർ ആ കൈ കൊണ്ട് തന്നെ വർക്ക് ചെയ്തെടുത്താണ് ഇതൊക്കെ. അപ്പോൾ അവരൊക്കെ എന്ത് കഴിവുള്ള ആൾക്കാരാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കണ്ണാടിയാണ് കേട്ടോ. കണ്ണാടി നല്ല സൂപ്പർ കണ്ണാടിയായിരുന്നു. ആ കണ്ണാടിയിൽ തന്നെ എന്ത് രസമാണെന്നറിയാം കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറാത്തവർ അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കും. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോഗ്രാഫൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നേരിട്ട് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും തിരുവനന്തപുരം സൂവിൽ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്കിങ്ങനെ ടൂർ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണല്ലോ. പക്ഷേ ഞാൻ സിനിമ സോൾട്ട് ആൻഡ് പേപ്പർ ഉണ്ടല്ലോ, അതിറങ്ങിയ സമയത്ത് അതിനകത്ത് അവർ കാണുന്നൊരു സീനുണ്ട്. അതിനകത്താണ് ഞാൻ ഈ ഒരു മ്യൂസിയവും ഏരിയയൊക്കെ കാണുന്നത്. അന്ന് ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഇതുപോലെ ഈ സ്ഥലത്തേക്കൊന്ന് പോകാൻ വേണ്ടി. അന്ന് നടന്നില്ല. ഈ 2025 ആ ഒരു കാര്യം നടന്നത്. വളരെയധികം സന്തോഷമുണ്ട് എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചതിൽ. നമ്മുടെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ എനിക്ക് ഈ മുഖംമൂടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ടായിരുന്നു. ഇതൊരു മുഖംമൂടിയാണ് കേട്ടോ. എന്തോ പ്രത്യേകതരം മുഖംമൂടികളാണ്. ഇത് എന്താ പറയുക, ചിത്രമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും കേട്ടോ. അതിനകത്ത് അവരുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചൈനീസ് മോഡൽ സാധനങ്ങളാണ് കേട്ടോ. ചൈനീസ് രാജാവിൻ്റെ പേര് രാജ്ഞിയാണോ രാജാവാണോ ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. വിരളിപ്പെട്ടായിരുന്നു കേട്ടോ. അതിപ്പം പണ്ട് നമ്മുടെ രാജാക്കന്മാരുടെയൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് ഇത് ആദ്യമായിട്ടാണ്. ഇത് ശ്രീലങ്ക മുഖംമൂടി കേട്ടോ. അത് നല്ല സൂപ്പറായിട്ട് വരുന്നത് കേട്ടോ. നമ്മുടെ ഈ നേപ്പാൾ കലാരൂപങ്ങളുടെയൊക്കെ ഒരു ടച്ച് വരുന്നുണ്ട്. ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം. ഇത് പിന്നെ നമ്മുടെ പത്മനാഭസ്വാമിയുടെ ഒരു മാർബിൾ പ്രതിമ. പിന്നെ കുറച്ച് വാദ്യോപകരണം. ഇത് ശിവൻ്റെ ഒരു ഇതാണ്. പിന്നെ വാദ്യോപകരണങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.